ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം വേണ്ട ഇത് കണ്ടോ, നല്ല നാടൻ ചീര. ഇത് മുള്ളില്ലാത്ത ചീരയാണ്. സാധാരണ ചിലതിൻ്റെ അകത്തൊക്കെ മുള്ളുള്ളതാണ്. നമ്മൾ പറയത്തില്ലേ, വിഷം അടിക്കാത്തതും കീടനാശിനി ഒന്നും അടിക്കാത്ത നല്ല നാടൻ രീതിയിലുള്ള ഒരു ചീരയാണ് ഇത്. നമുക്ക് പറിച്ച് നല്ലൊരു അടിപൊളി തോരൻ വെച്ചാലും വാ. ആർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമല്ല ഇത്ര ഈ നാടൻ ചീരയൊക്കെ തോരൻ വെക്കുന്നത്. വാ. പുഴുക്കുത്തിലുള്ള ചീരയൊക്കെ എന്ന് പറഞ്ഞാണല്ലോ, ഒരു കീടനാശിനും അടിക്കത്തില്ല. കീടനാശിനി അടിച്ചാൽ പുഴുക്കുത്തത്തില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് ഈ പറമ്പിൽ നിൽക്കുന്നതാണ്. നമുക്ക് കുറച്ച് പറിക്കാം. സ്കൂളൊക്കെ അടച്ചുകൊണ്ട് പിള്ളേരൊക്കെ സജീവമാണ് കേട്ടോ. കാര്യം പന്ത് കളിയും ഫുട്ബോൾ കളിയും അല്ലേ, നല്ല രസമല്ലേ? പിള്ളേരൊക്കെ ഇങ്ങനെ നടന്ന് ചാടുകയോ ഓടുകയോ മറിയുകയൊക്കെ ചെയ്യുന്നു. കുറേ കൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ആവും. പിന്നെ കളിക്കാനൊന്നും സ്ഥലം കാണത്തില്ല അല്ലേ? അപ്പം നമുക്ക് കുറച്ചങ്ങോട്ട് പറിക്കാം. ഇവിടെ ഈ അയൽവക്കത്തുള്ളവരൊക്കെ ഒരുപാട് പേര് ഇത് വന്ന് പറിച്ചോണ്ട് പോകും കേട്ടോ. ഇപ്പോൾ ഒരു കെട്ട് ചീരയ്ക്ക് പച്ചക്കറി കടയിലൊക്കെ ചെന്നാലും ചീര കിട്ടും. ചില സമയത്തൊക്കെ കിട്ടും 40 രൂപ 50 രൂപ ഒരു കെട്ട്. ഇതിപ്പം കണ്ടില്ല, ഇഷ്ടംപോലെ ഇവിടെ കിളുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ എന്തിനാണ് കാശ് കൊടുത്ത് മേടിക്കുന്നു? അപ്പം നമ്മുടെ ആവശ്യത്തിന് പറിച്ചിട്ടുണ്ട്. കാര്യം ഒരു തോരനുള്ള മതിയല്ലോ, ഒരുപാട് പറിച്ച് വെറുതെ വേസ്റ്റാക്കണ്ട. ഇതിപ്പോൾ ആവശ്യക്കാരൊക്കെ വരും, അപ്പോൾ അവരെല്ലാം പറിക്കട്ടെ. ഇഷ്ടംപോലെ ഈ പറമ്പിൽ കിളുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ആരും നടന്നൊന്നുമല്ല, ഇതൊക്കെ പ്രകൃതി നമുക്ക് വേണ്ടി തരുന്നതാണ്. അപ്പം ചീരയെല്ലാം നമ്മളിതേ അതിൻ്റെ പുഴുക്കുത്തിലുള്ള ഇലയൊക്കെ കുറച്ചുണ്ടായിരുന്നു, എല്ലാം മാറ്റി നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ചീരത്തോരനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ. ആർക്കും അറിയാൻ പറ്റാത്ത സാധനമൊന്നുമല്ല. പക്ഷെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. എല്ലാം അവിടെ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി പിടിച്ചിരിക്കും, കിറുക്കി കഴിയാണ് അങ്ങോട്ട് അടിച്ചെടുക്കുക. ഇത് ഒറ്റ ചൂടടിക്കുമ്പോൾ ഇതാ കവിഞ്ഞു അല്ലേ? നമ്മൾ ഇത്ര പറിച്ചെങ്കിലും ഉണ്ടല്ലോ, ഇത് എന്തെല്ലാം റെഡിയായി വരുമ്പോഴേ ചാല കാണും. ഇതിൻ്റെ തണ്ട ഇളപ്പത്തണ്ടാണെങ്കിൽ അരിച്ചെടുക്കുക. ഇതിൻ്റെ തണ്ടുണ്ടല്ലോ, ചക്കക്കുരു അതുപോലെ തന്നെ ഈ ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട് കറി വെക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് മാറ്റിയിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ചുമ്മാ ആരും ഭാരത്തിൻ്റെ ആരും ദോരം വെച്ച്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ചീര 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 എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ അരിഞ്ഞ് വെച്ച ശേഷം ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഒരു ജാർ അങ്ങോട്ട് എടുക്കുക. ഇനി ഇതേപോലെ ഒരു പാത്രം തേങ്ങാപ്പീര അങ്ങോട്ട് എടുക്കുക. അതങ്ങോട്ട് ജാറിനകത്ത് ഇച്ചിരി തേങ്ങ കൂടെ തിന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല തേങ്ങ. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം. അപ്പോൾ ഈ നല്ല ജീരകം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതി. ഇനി അടുത്ത വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് എരിവിനാവശ്യമുള്ള പച്ചമുളക്. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരു 5 പച്ചമുളക് അങ്ങോട്ട് ഇടുകയാണ്. കാര്യം അത്രയും സാധനം ഉള്ളതുകൊണ്ട് ഒരു 5 പച്ചമുളക്. ഇനി നമുക്ക് കുറച്ച് ഉള്ളിയാണ്, കൊച്ചുള്ളി. ഇപ്പോൾ ഇതേപോലെ ഒരു പിടി കൊച്ചുള്ളി അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4-5 ചെറിയ വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്. ചിലർക്ക് ഈ ചീരത്തോരൻ ഈ വെളുത്തുള്ളി ഇരുന്ന് ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടമല്ലാത്തവർ ചേർക്കില്ല. ഇനി ഇത് നമ്മൾ പറയത്തില്ലേ, ഒന്ന് കറക്കിയെടുക്കുക. അറുത്തൊന്നും പോകട്ടെ, ഒന്ന് കറക്കിയെടുത്തോണ്ട് ഇപ്പോൾ വരാം. തേട്ടെ ഇതേപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം ഇതിങ്ങനെ ഒന്ന് കറക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ തോരൊന്ന് റെഡിയാക്കാം. അടുപ്പൊന്ന് കത്തിയതിന് ശേഷം ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കും. അപ്പോൾ നമ്മുടെ ഈ ചീനച്ചട്ടി ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരല്പം കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പടപടാന്ന് പൊട്ടുമ്പം ഒരു 3-4 പാറ്റൽ മുളക് ഇട്ട് കൊടുക്കാം.
ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ സവോള ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. വലിയൊരു സവോള അങ്ങോട്ട് എടുക്കും. ഇളക്കി 1-2 തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 1-2 മിനിറ്റ് എത്ര സമയം എടുത്താണോ ഇത്ര മതി. ഇതേപോലെ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഈ അരപ്പൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടു കൊടുക്കും. നമുക്ക് ഈ ജാറിൻ്റെ അകത്ത് എടുക്കുന്ന അരപ്പ് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിക്കുക. ഇതേപോലെ കറക്കി ആ വെള്ളം കൂടെ ഇതിനകത്ത് ഇട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ അരപ്പിന് ഒരു പച്ചച്ചവയുണ്ട്, അതൊന്ന് മാറാനായിട്ടാണ്. ഇതേപോലെ ഒരു മിനിറ്റ് വല്ല ഇരുന്നാൽ മതി. മതി ഇത്ര മതി. അപ്പം ഞാൻ ഇത്ര ചീര എടുത്തതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എടുക്കാതാണ്. ഇതിൻ്റെ അത് കൊള്ളുന്നത്ര ഇട്ട് കൊടുക്കുക. ഏതെന്നെ കൊള്ളു. ചീര എന്ന് പറയുന്ന സാധനം ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇച്ചിരി കൂടുതൽ ചുമ്മാ ആയാലും ബാധിക്കും. അപ്പം നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഈ അരപ്പുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. ഇതിപ്പം നല്ല നല്ല ആവി കയറുമ്പോഴത്തേക്കും താന്നു. നല്ലപോലെ ഈ അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി അതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് അമക്കി നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെക്കണം. ചെറിയ തീ മതി. ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 2 മിനിറ്റ്. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു 2 മിനിറ്റ് ചെറിയ തീരൊന്നിരിക്കട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റിക്കുള്ളിൽ എഴുതിട്ടില്ല കേട്ടോ. നമുക്ക് തുറന്ന് നോക്കിയിട്ട് തീരെ എന്തെങ്കിലും ഓക്കെ ഇതുണ്ട്. ഒന്നും നല്ലപോലെ ആവി ഒന്ന് കയറാനായിട്ടാണ് അടച്ചു വെച്ച്. ഇതേപോലെ നന്നായിട്ട് ആവി കയറിയ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ ചീര നമുക്കറിയാം പെട്ടെന്ന് തന്നെ വേകുന്നതല്ലേ. ഇനി നമ്മളിതിൻ്റെ അകത്ത് ചേർക്കാൻ വന്ന് ഒരു ഐറ്റങ്ങളുണ്ട്. ഒരു പക്ഷേ ഇത് അങ്ങനെ ആരും ചേർക്കത്തില്ല. പക്ഷെ ഞങ്ങളത് ചേർക്കും കേട്ടോ. അത് ചേർത്താൽ അടിപൊളി സാധനമാണ്. എന്താണെന്നറിയോ? നല്ല നെയ്യ്, ഒരല്പം നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇതേപോലെ ഒരല്പം നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കരിയാണെങ്കിൽ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പണ്ട് കാലത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് അത് ചേർത്ത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ തോരനൊക്കെ വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇതേപോലത്തെ തോരനൊക്കെ വെക്കുമ്പോൾ അല്പം നെയ്യ് ഒഴിച്ച് വേണം ചെയ്താൽ നല്ല രുചിയായിരിക്കും കേട്ടോ. ഇനി ഞാൻ അടുപ്പൊക്കെ നിർത്താം. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ തോരൻ പറഞ്ഞാൽ കേട്ടോ. പ്രത്യേകിച്ച് ഇലത്തോരനൊക്കെ ഇത്തിരി ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്കൊരു പാത്രത്തിനകത്ത് ഇത് വാരിയിട്ട് ഞാനത് മൊത്തം കഴിക്കും. അത്ര ഇഷ്ടമായിരിക്കും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ തീർത്ഥം ഇങ്ങനെ ഒന്ന് ചെയ്തു വരും. പൊളിയായിട്ടോ. അപ്പം ഇതേപോലുള്ള നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചെയ്തു നോക്കുക. അറിയാൻ പറ്റാത്തവരുണ്ട്, ചെയ്തു നോക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.